75 കോടി നേടിയ ആ വിജയ് ചിത്രം വീണ്ടും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 75 കോടി നേടിയ ആ വിജയ് ചിത്രം വീണ്ടും. അങ്ങനെ ആ ചിത്രം വീണ്ടും എത്തുകയാണ്. കോളിവുഡ് പിടിച്ചെടുക്കാൻ വീണ്ടും വിജയ്. അന്ന് ആദ്യമായി 75 കോടി ക്ലബിൽ കയറിയ ആ ചിത്രം വീണ്ടും റീ റിലീസ് ചെയ്യുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ റീ റിലീസ് സിനിമകളുടെ ഒരു ചാകരക്കാലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ അടുത്ത് തന്നെയായിരുന്നു ഗില്ലി എന്ന വിജയ് ചിത്രം. കഴിഞ്ഞ ഒരു 2004 കാലഘട്ടത്തിൽ വന്ന ചിത്രം ഇപ്പോൾ 10-20 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി തന്നെ ചിത്രം വലിയൊരു വിജയമായി മാറുകയും ഏകദേശം 25 കോടിക്ക് അടുത്തുള്ള കളക്ഷനും ചിത്രം നേടിയെടുത്തു എന്നുള്ളത് കേൾക്കുമ്പോൾ അത് ഈ കാലഘട്ടത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ആരും പ്രതീക്ഷിക്കാത്ത കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത സിനിമയുമായി വന്ന് ഹിറ്റടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം പല പടങ്ങളും റീ റിലീസ് ചെയ്യാറുണ്ട്. എന്നാൽ റീ റിലീസ് ചിത്രങ്ങളല്ലാതെ ഇത്ര വലിയൊരു വിജയത്തിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിജയ് അണ്ണന് മാത്രം പ്രത്യേകമായിട്ട് കയ്യടി അറിയിക്കുന്ന കാര്യമാണ്. കോളിവുഡ് പിടിച്ചെടുക്കാനായിട്ട് അങ്ങനെ വീണ്ടും എത്തുകയാണ് വിജയ്. അന്ന് ആദ്യമായി 75 കോടി നേടിയ ഈ ചിത്രം പോക്കിരിയാണ്. പോക്കിരി എന്ന ചിത്രത്തിന്റെ റീ റിലീസ് ഉണ്ടാക്കുന്ന നേട്ടം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? വിജയ് എന്ന നടന്റെ ഓരോ സിനിമകളുമായി റീ റിലീസിന് ഒരുങ്ങുകയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് ഇപ്പോഴും ആ സിനിമകൾ ഏറെ പുതുമകൾ നൽകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. 2007 പുറത്തിറങ്ങിയ പോക്കിരിയാണ് ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിജയ് ചിത്രം. പ്രഭുദേവയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യകളാൽ റീമാസ്റ്റർ ചെയ്താണ് പ്രദർശനത്തിന് എത്തുന്നത്. നടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആഗോള റിലീസിനാണ് നിർമ്മാതാക്കൾ പദ്ധതിയിട്ടിരിക്കുന്നത്. വിജയുടെ പിറന്നാൾ ദിനത്തിന് തലേന്ന് അതേ ജൂൺ 21 സിനിമ പ്രദർശനം എത്തുകയാണ്. തമിഴ്നാട്ടിലും മാത്രമല്ല ലോകമാസകലമുള്ള തിയേറ്ററുകളിൽ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. 2006 തന്നെ ഇതേ പേരിൽ പ്രദർശനത്തിനെത്തിയ മഹേഷ് ബാബുവിന്റെ സിനിമയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു പോക്കരി. ആക്ഷൻ ത്രില്ലർ സിനിമ 2007 ജനുവരി 12 പ്രദർശനത്തിന് എത്തിയത്. 200 ദിവസത്തിലധികം പ്രദർശിപ്പിച്ച ഈ സിനിമ കേരളത്തിലും വലിയൊരു വിജയം തന്നെയാണ് അക്കാലത്ത് നേടിയെടുത്തത്. വിജയുടെ പിറന്നാളിന് അനുബന്ധിച്ച് പല തവണ കേരളത്തിൽ ഈ സിനിമ റീ റിലീസ് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ആദ്യമായി 75 കോടി കളക്ഷൻ നേടിയ ചിത്രവുമായിരുന്നു പോക്കരി. അടുത്തിടെ റിലീസ് ചെയ്ത വിജയുടെ ഗില്ലി വൻ തുക നേടിയിരുന്നു. റീ റിലീസ് പല ഭാഷാ സിനിമകളിലും ഉണ്ടാവാറുണ്ടെങ്കിലും തമിഴ് സിനിമയിൽ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 30 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ റിലീസിങ്ങിലൂടെ ചിത്രം അന്ന് നേടിയെടുത്തത്. ഇതാ കാത്തിരിക്കുകയാണ് ഈ ഒരു വിജയുടെ ഈ ഒരു ചിത്രം എത്രമാത്രം വലിയ നേട്ടത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്ന വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.